Hey guys, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ പഴയ PC ബിൽഡ് വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടി. സോ അതിനെ ബേസ് ചെയ്ത് ഇന്നൊരു ബഡ്ജറ്റ് സെഗ്മെന്റ് PC ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ കോമ്പണൻസ് വേണ്ടി ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്ത് ഫുൾ ആയിട്ട് കാണുക. എൻ്റെ പേര് ലിനോഷ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന LSTECH മലയാളം വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ കോമ്പണൻസിൻ്റെ വാങ്ങിക്കേണ്ട ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. സോ ആദ്യം പ്രൊസസ്സറിൽ നിന്ന് തുടങ്ങാം. പ്രൊസസ്സറിന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് ഇൻറ്റൽ പ്രൊസസ്സറാണ്. ഇൻറ്റലിൻ്റെ i3 9th ജനറേഷൻ പ്രൊസസ്സറാണ് ഞാൻ ചൂസ് ആക്കിയത്. സോ ഇതിൻ്റെ കോർ നോക്കിയാൽ 4 കോർ പ്രൊസസ്സറാണ്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് നിങ്ങൾക്ക് 3.6 GHz ക്ലോക്ക് സ്പീഡ് വരും. സോ നിങ്ങൾക്ക് ഈ ബോക്സിനകത്ത് തന്നെ ഇൻക്ലൂഡിംഗ് ആയിട്ട് കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ല. സോ അടുത്ത മദർ ബോർഡാണ്. മദർ ബോർഡിന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് Gigabyte H310MS2 പറഞ്ഞ മദർ ബോർഡാണ്. ഈ മദർ ബോർഡ് നിങ്ങൾക്ക് 8th and 9th ജനറേഷൻ ഇൻറ്റലിൻ്റെ LGA1151 പറഞ്ഞ പ്രൊസസ്സറൊക്കെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് 2 DDR4 റാം പോർട്ട്സ് ഉണ്ട്. മാക്സിമം 32 GB റാം വരെ എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗ്രാഫിക്സ് കാർഡ് സ്ലോട്ടും ഉണ്ട്. സോ ഇതിനകത്തുള്ള IO പോർട്ട്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മൗസ് കീബോർഡ് കണക്ട് ആക്കാൻ സ്ലോട്ട്സ് ഉണ്ട്. അതേപോലെ VGA പോർട്ട് ഉണ്ട്, USB 2, അതേപോലെ USB 3, ഈ രണ്ടും കണക്ട് ആക്കാൻ പോർട്ട്സ് ഉണ്ട്. പിന്നെ ലാൻഡ് പോർട്ട് ഉണ്ട്, അതേപോലെ ഓഡിയോ കണക്ടേഴ്സും ഉണ്ട്. ഈ മദർ ബോർഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഓഡിയോ കപ്പാസിറ്റർ തന്നിരിക്കുന്നത്. സോ നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ട് ഒക്കെ നല്ലപോലെ റിച്ച് ആയിട്ടിരിക്കും. അതേപോലെ ഈ മദർ ബോർഡിൻ്റെ പുറകെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. സോ നമ്മളിപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. സോ അടുത്ത റാമിന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് ക്രൂഷ്യൽ 8 GB DDR4 റാം ആണ്. ഇതിൻ്റെ സ്പീഡ് നോക്കാൻ നിങ്ങൾക്ക് 2400 MHz സ്പീഡ് വരെയും കിട്ടും. സോ അടുത്ത സ്റ്റോറേജിന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് ഒരു 120 GB വെസ്റ്റേൺ ഡിജിറ്റൽ SSD ആണ്. സോ നിങ്ങളുടെ വിൻഡോസ് ഒക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആക്കി വെക്കുക. നിങ്ങളുടെ വിൻഡോസ് ഒക്കെ പെട്ടെന്ന് ബൂട്ടപ്പ് ആയി കിട്ടും. അതേപോലെ ഈ SSD നിങ്ങളുടെ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാം. സോ അഡീഷണൽ സ്റ്റോറേജിന് വേണ്ടി ഞാൻ ഒരു 1 TB ഹാർഡ് ഡ്രൈവ് എടുക്കുന്നുണ്ട്, Seagate പറഞ്ഞ ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്ന്. സോ അടുത്ത ഗ്രാഫിക്സ് കാർഡിലേക്ക് പോകാം. ഗ്രാഫിക്സ് കാർഡിന് വേണ്ടി ഞാൻ ഇവിടെ ചൂസ് ആക്കിയത് Zotac GeForce GT 710 പറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണ്. ഇതൊരു എൻട്രി ലെവൽ 2 GB DDR3 ഗ്രാഫിക്സ് കാർഡാണ്. സോ ഈ ചിപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം 1920x1080 ഫുൾ HD റെസൊല്യൂഷൻ വരെയും സപ്പോർട്ട് ചെയ്യും. അതേപോലെ ഇതിനകത്ത് 3 ഔട്ട്പുട്ട് ഉണ്ട്, HDMI പോർട്ട്, VGA പോർട്ട്, അതേപോലെ DVI പോർട്ട്സ് ഉണ്ട്. സോ ഈ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാഷ്വൽ ഗെയിമിങ്സ് ഒക്കെ നല്ലപോലെ കളിക്കാൻ പറ്റും. സോ അടുത്ത് പവർ സപ്ലൈന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് Foxin FPS 500S പറഞ്ഞ ഒരു SMPS ആണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം 220 വോൾട്ടേജ് വരെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ബിൽഡ് ആക്കുമ്പോൾ പീസിന് ഈ 220 വോൾട്ട് തന്നെ മതി. സോ ഫൈനലായിട്ട് ക്യാബിനറ്റിന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് ചിപ്ട്രോണിക്സിൻ്റെ MX1 പറഞ്ഞ ക്യാബിനറ്റാണ്. ഇതൊരു എൻട്രി ലെവൽ മിഡ് റേഞ്ച് RGB ഗെയിമിംഗ് ക്യാബിനറ്റാണ്. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് RGB ലൈറ്റിംഗ് കാണാം. സോ ഇതിൻ്റെ മേലിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പവർ ബട്ടൺ കാണാം. അതേപോലെ RGB ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ സെപ്പറേറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് USB 3, അതേപോലെ USB 2 ഈ 2 പോർട്ട്സ് ഉണ്ട്. പിന്നെ ഓഡിയോ പോർട്ട്സ് ഉണ്ട്. സോ ഇതിൻ്റെ പുറകെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 120 mm RGB കൂളിംഗ് ഫാനും കാണാം. സോ അത്രയും നമ്മുടെ PC ബിൽഡിന് വേണ്ടി എല്ലാ കോമ്പണൻസും കിട്ടി. സോ ഇനി ഇതെങ്ങനെ ബിൽഡ് ചെയ്യേണ്ടി വെച്ചാൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്പ് അങ്ങനെ ഫോളോ ചെയ്ത് നിങ്ങൾ ബിൽഡ് ആക്കിയാൽ മതി. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. സോ നമ്മുടെ PC ബിൽഡാക്കി. ഇനി ഈ സെറ്റപ്പ് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യേണ്ട ബഡ്ജറ്റ് റേഞ്ചിലുള്ള മോണിറ്റർ, കീബോർഡൊക്കെ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ മോണിറ്ററിന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് Zebronicsൻ്റെ ZEB A22 പറഞ്ഞ മോണിറ്ററാണ്. ഇതൊരു 21 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ഉള്ള മോണിറ്ററാണ്, LED ബാക്ക്ലൈറ്റോടെ. സോ ഇത് നിങ്ങൾ ബഡ്ജറ്റ് നോക്കി 6000 വരും. സോ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവായിട്ടുണ്ടെങ്കിൽ 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് HD മോണിറ്റർ വാങ്ങിക്കാം. രണ്ടത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി നോക്കാം. സോ അടുത്ത സ്പീക്കേഴ്സിന് വേണ്ടി ഞാൻ ചൂസ് ആക്കിയത് Zebronicsൻ്റെ Igloo ആണ്. ഇതൊരു 2.0 മൾട്ടിമീഡിയ സ്പീക്കറാണ്. സോ ഇതിൽ നിങ്ങൾ ഔട്ട്പുട്ട് നോക്കിയാൽ രണ്ടത്തിലും ചേർത്ത് 5 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് നോക്കിയാൽ ഒരു Igloo ഷേപ്പ് ചെയ്താൽ നിങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു Igloo എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. സോ അടുത്ത കീബോർഡ് ആൻഡ് മൗസിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്തത് Zebronics തന്നെയാണ്. സോ ഇതൊരു കോംബോ സെറ്റാണ്, ഒരു വയർഡ് കീബോർഡ് ആൻഡ് വയർഡ് മൗസിൻ്റെ ഒരു കോംബോ സെറ്റാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. സോ ഈ മൗസിൻ്റെ DPI നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1200 DPI പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സോ ഇത്രയുള്ള നമ്മുടെ ബഡ്ജറ്റ് PC ബിൽഡിൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരും എല്ലാവർക്കും ഗുഡ് ബൈ.